നമ്മളെ കോഴിക്കോട് സ്പെഷ്യൽ ചട്ടിപ്പത്തിരി ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ തന്നെ പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനിത് ഒരു ബൗളിലേക്ക് 8 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു സോഫ്റ്റിന് വേണ്ടി ഒരല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവുള്ള ചട്ടിപ്പത്തിരിയാണോ മധുരമുള്ളതാണോ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ മുട്ടൻ്റെ മിക്സ്, അതെന്ത് ചെയ്യുക, ഈ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തീയൊന്ന് കുറച്ച് വെക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല മണിമണി പോലെ വരണം കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഓവർ സമയമൊന്നും വേണ്ട. അപ്പോൾ അതേ നോക്കി ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാനിൽ നിന്ന് വിടുന്ന ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ഞാൻ ഇനി കുറച്ച് വെള്ള കസ്കസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടി മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരിയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതാക്കണം ഇവിടെ പത്തിരി റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ 3 എണ്ണം വെച്ചിട്ട് ഒരുമിച്ച് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടുമല്ലോ. ചെറിയ ചെറിയ പത്തിരി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടിയും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി പുരട്ടിയിട്ട് നമ്മൾ 3 എണ്ണാക്കിയിട്ട് ഒരുമിച്ച് പുരട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം നമുക്ക് നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതേപോലെ പത്തിരി ചുടാതെ ദോശ ചുട്ടിട്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ ചട്ടിപ്പത്തിരി. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഇതേപോലെ പത്തിരി ചുട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് 2 ഭാഗം ചൂടാക്കുമ്പോൾ അതാക്കുന്ന ആ ഒരു ചെറിയ ചൂട് തന്നെ ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒരു കട്ടിങ്ങൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പരത്തിയത് പാത്രത്തിനേക്കാൾ കുറച്ച് കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ബാക്കിയുള്ള പത്തിരി ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊരു 10 പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ളതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ വേറൊരു ബൗളിലേക്ക് തന്നെ ഒരു 7 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മധുരവും അതേപോലെ ഏലക്കായ്ക്ക് ഒന്നും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സോസ് പാനിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പത്തിരി എന്ത് ചെയ്യുക, നമ്മൾ ആ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് അതൊന്ന് സൈസ് ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ വീണ്ടും പത്തിരി ഇതേപോലെ തന്നെ മുട്ടൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുക. ഫില്ലിങ് വീണ്ടും നിറച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ മുട്ടൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും ചുറ്റും നമ്മൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം ഫില്ലിങ് ഉണ്ടാകുമ്പോഴാണ് ചട്ടിപ്പത്തിരി നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അപ്പം ഞാൻ 9 പത്തിരിയും ഇതേപോലെ തന്നെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലാസ്റ്റത്തെ പത്തിരി വെച്ചതിന് ശേഷം ഫില്ലിങ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഒരു മുട്ടൻ്റെ മിക്സ് ചുറ്റും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം കുറച്ചും കൂടി ഫില്ലിങ് ഉണ്ട്, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആദ്യം ഒരു പഴയ പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിത് റെഡിയായി വരാൻ കേട്ടോ. അടിപൊളി ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ അതാ ഞാൻ ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. എല്ലാം വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ഇതൊന്ന് മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കിയതല്ല, ഒരു ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം കൂടുതൽ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊരു ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ചട്ടിപ്പത്തിരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഫോളോ ചെയ്യാനും മറക്കില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.